അപ്പോൾ അവിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. വീണ്ടും ഫെലിക്സ് വെൽസയാണ്. ആവേശ സിനിമ കണ്ട് ആവേശത്തോടുകൂടി നിൽക്കുവാണ്. സ്പിരിറ്റായി ട്രാൻസ് ഒക്കെ കണ്ട പോലെയോ അല്ലെങ്കിൽ രോമാഞ്ചം, തല്ലുമാല, ആ പടങ്ങളൊക്കെ കണ്ട പോലത്തെ ഒരു വൈബാണ്. അതാണ് എടുത്തു പറയേണ്ടത്. ഇത് പ്രകൃതി പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കണ്ണീർ പടം ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ വാലിബിനെ പോലത്തെ റെഫറൻസ് ഉള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരൊന്നും പോയി കാണാൻ നിൽക്കല്ലേ. നിങ്ങൾക്ക് ഇത് വർക്ക് ആകത്തില്ല. ഗൗരവം ഉദ്ദേശിക്കുന്ന പടങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോകരുത്. അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇത് കുറച്ചും കൂടെ ഒരു തമാശ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു ഇടിപ്പടം, അങ്ങനെ വേണം ഇതിന് പറയാൻ. അപ്പൊ ഇടിപ്പടം, എനിക്ക് കംപ്ലീറ്റ് ഇടിപ്പടം ഇഷ്ടമല്ലാത്ത ആളാണ്. അപ്പം ഇതിനകത്ത് ഇടിപ്പടം എന്നുള്ള ഇതിൽ എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ പോയില്ല. ഇഷ്ടപ്പെട്ടല്ലേ? RDS ഇഷ്ടമാണ്. പിന്നെ തല്ലുമാല ഇഷ്ടപ്പെട്ടല്ലേ? രണ്ടും അടിപ്പടമാണ്. പക്ഷെ ആ അടിപ്പടത്തിന്റെ ഒക്കെ വൈബ് ഇതിനകത്തുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടി നടന്ന ആൾക്കാർ അടിച്ചു കൂട്ടുന്ന ടൈപ്പിലുള്ള RDSന്റെ പുറത്തെ കൊല മാസ് ആക്ഷനോ അല്ലെങ്കിൽ തല്ലുമാല പുറത്തെ വേണ്ടാത്തടത്ത് കളർഫുൾ ആയിട്ടുള്ള എഡിറ്റിങ്ങുകളുടെ ഇടിയോ അല്ല ഇത് സ്പോയിലർ ഇല്ലാതെ എങ്ങനെ പറയും? പഠിക്കാൻ വരുന്ന 3 പിള്ളേര്. ഇവരുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കന്നഡ ചൊവ്വയുള്ള മലയാളമല്ലോ. ആ ഭാഷയ്ക്ക് നല്ല ഭംഗിയാണ്. ചട്ടമ്പിനാട് മമ്മൂട്ടി പറയല്ലേ, കുട്ടിക്ക് മകനെ എന്ന് പറയല്ല, മഖാനെ, നാഹിന്റെ മകനെ എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിലുള്ള മലയാളം. പുള്ളി മലയാളിയാണ്, ഫാസ്റ്റ് മലയാളിയാണ്. രംഗണ്ണ എന്നുള്ള കഥാപാത്രം പക്ഷെ പുള്ളി അവിടുത്തെ ലോക്കൽ ദാതയാണ്. നമ്മൾ പറയത്തില്ലേ, നായകൻ തന്നെ എല്ലാ കഥാപാത്രവും ചെയ്യാന്ന് പറയത്തില്ലേ? സത്യം. അതായത് വിദൂഷകന്റെ റോള് നായകൻ, നായകന്റെ റോള് നായകൻ, എന്നാ വില്ലന്റെ റോളും നായകൻ, എല്ലാ റോളും കൂടെ പുള്ളി തന്നെ നിറഞ്ഞാടുന്ന ഒരു പടം. ആ പിള്ളേർക്കൊന്നും ഒന്നും ചെയ്യാനില്ല. പിള്ളേർക്ക് ടെൻഷൻ അടിച്ച് പുറകെ നടന്നാൽ മാത്രം മതി. 3 പിള്ളേർക്ക് ഇയാളിങ്ങനെ അഴിഞ്ഞാടി എന്തൊക്കെയോ കാണിച്ച് എങ്ങാണ്ടോട്ടൊക്കെ പോയി. ചില നേരത്ത് നമുക്ക് തോന്നി ഇയാൾ പൊട്ടനാണോ. അതെ, അത് ഇയാളുടെ ഇന്റഗ്രിറ്റി എന്താണ്? ഇയാള് ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് അറിയാമോ ഈ ഗുണ്ടാപ്പണി? ആ ഒരു രീതിയിലേക്ക് നമ്മൾ കുറെ ചിന്തിപ്പിക്കും. പിന്നെ അവസാനമൊക്കെ മാസ് സീനുകളാണ്. നമ്മൾ ശരിക്കും ആരാധനയോടെ ഫാസിലെ നോക്കിപ്പോകും, എന്നാ മനുഷ്യനാണെന്നുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, തിയേറ്ററിൽ നിങ്ങൾ ഗ്യാങ് കൂടി നല്ല ഓളം പിള്ളേര് കൂടി പോയി കാണാൻ പറ്റുന്ന അടിപൊളി പടമാണ്. നമ്മുടെ നരസിംഹത്തിൽ മോഹൻലാലൊക്കെ എഴുന്നേറ്റ് വരുമ്പോ നമ്മള് ഇങ്ങനെ കയ്യടിയൊക്കെ കൊട്ടുന്ന പോലെ. ആൾക്കാർ ഞങ്ങളിപ്പോ റിലീസിംഗ് ഷോയ്ക്ക് വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു ആ തിയേറ്റർ. അതെന്നും അങ്ങനെ UK-ക്കകത്ത് ഈ പകലത്തെ വർക്കിംഗ് ഡേയിൽ പകലത്തെ റിലീസിംഗ് ഷോയ്ക്ക് ഭയങ്കര ആള് കുറവായിരിക്കും. പക്ഷെ ഇന്ന് വൈകുന്നേരം കിടുക്കലായിട്ട് ആള് കയറും. ഒരു തിയേറ്റർ ഫുള്ളായിട്ട് കയറിയിരുന്ന് കാണുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ കാണാൻ കിട്ടിയാൽ ഒന്നുകൂടെ കാണും. അത് തിയേറ്ററിൽ കാറി കൂവി ബഹളം വെച്ച് കാണേണ്ട ഒരു പടം. അവള് പറഞ്ഞ കറക്റ്റാണ്. അത് സത്യം പറഞ്ഞ എന്റെ പുറകിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവരെല്ലാത്തിനും അടിയും ബഹളവും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഞാനിരുന്ന് കുറെ കൈയടിച്ചും കൂവൊക്കെ ചെയ്തു. ആരുടെ മോളിൽ? എന്റെ മോളിൽ. ഇവിടെ 2 കൈ അല്ല അടിക്കുന്നത്, ഇവിടെ ഇങ്ങനെ അടിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ കൂടെ ഇരിക്കുന്നവർ സൂക്ഷിക്കുക, കൂടെ പോകുമ്പോ. അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ വന്ന പിള്ളേരുകൾ പോലും അങ്ങനെ ബാംഗ്ലൂർ ലൈഫിനെ കുറിച്ചോ അങ്ങനെ ബാച്ചലർ ലൈഫ് പോയി ജീവിക്കാത്ത പിള്ളേരുകളെ കൂട്ടത്തിലുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അവർക്ക് പോലും നന്നായിട്ട് വർക്ക് ആയി. പിന്നെ കഥ ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടോ. കാരണം ഞങ്ങൾ താമസിച്ച ആ ഒരു സ്ട്രീറ്റ് ഒക്കെ പോലെ ഞങ്ങൾ താമസിച്ചെന്ന് റേച്ചൂര് ഞങ്ങൾ താമസിച്ചപ്പം അതിർത്തി ഗ്രാമമാണ് റേച്ചൂര്, അതിർത്തി പ്രദേശമാണ്. സ്ട്രീറ്റും ഒക്കെ പോലെ ഒരുപോലെയൊക്കെ ഇരിക്കുന്നു. വഴികളായിക്കോട്ടെ, വാടക വീടുകളായിക്കോട്ടെ, ഈ ആൾക്കാർ ഗലികൾക്ക് അത്ര സഞ്ചരിക്കുന്ന ആയിക്കോട്ടെ, ഇതെല്ലാം ഞങ്ങൾ ആ താമസിക്കുന്ന റേച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ 4 വർഷത്തെ ജീവിതമാണ് ഞങ്ങളാ കാണുന്നത്. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ടില്ല. പിന്നെ ഇതൊക്കെ ക്വൈറ്റ് നോർമലാണ്. അതായത് ഈ സീനിയേഴ്സ് റാഗി ചെയ്യുന്നു, അന്നേരം നമുക്ക് ലോക്കൽ സപ്പോർട്ട് ഒന്നും പറഞ്ഞിട്ട് മാത്രമല്ല, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായില്ലേ, അയൽക്കാരുടെ ഒരു വിഷയം ഇങ്ങനെ ഗുണ്ടാ സെറ്റപ്പ് ഒന്നും അല്ല, എന്നാലും ഒരു ചെറിയ സെറ്റപ്പ് എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഗുണ്ടാ സെറ്റപ്പ് ഒന്നുള്ളതല്ല. നമ്മളിപ്പം ഒരു അണ്ണൻ വേണം, ദാസണ്ണൻ, മിലിറ്ററി, അങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് വേണം. അല്ലാതെ നമുക്ക് ചുമ്മാ നിന്ന് കയറി നന്നായിട്ട് കന്നഡ അല്ലെ ആന്ധ്ര തെലുങ്ക് ഭാഷ തെറിവിളിച്ചുകൊണ്ട് ഇതൊരുത്തരടുത്ത് പോയി ചുമ്മാ പോയി ചൊറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ കൂടുതൽ ലോക്കലി സപ്പോർട്ടുള്ള ഒരു മനുഷ്യൻ വേണം. ലോക്കൽ സപ്പോർട്ട്. നമ്മുടെ ഒരു സ്ഥലത്ത് പുതുതായിട്ട് ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റിയാ? നമുക്ക് വളരെ ഉണ്ടോ? അതിൽ പറഞ്ഞു തരാനുണ്ടോ? അല്ലെ ഏതെങ്കിലും അങ്കിൾമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയോ ഒന്നും പേടിക്കണ്ട, എന്റെ ഗുണ്ടാ കൂട്ടുകാരെ നിനക്ക് പരിചയപ്പെടുത്തരാന്ന് പറയൂ? ഇല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഈ പിള്ളേർ കഷ്ടപ്പെട്ട് പാടുവിട്ട് അവിടുത്തെ ലോക്കൽ കൊള്ളാവുന്നൊരു ഗഡാഗഡീനെ കണ്ടുപിടിച്ചിട്ട് വേണം അവനെ കൊണ്ട് സീനിയറിന് 2 കൊടുക്കാൻ എന്നുള്ള രീതി തുടങ്ങുന്നതാണ് ഈ പടം തുടക്കം. പക്ഷെ ഞാൻ പറയട്ടെ, കഥ എന്ന് വെച്ച് സീരിയസ് ആയിട്ടുള്ള കഥയൊന്നും ഇല്ല. അതാണ് എനിക്ക് കഥ കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് ചിന്തിപ്പിച്ചിരുത്താനുള്ള, ആകെ എനിക്ക് ചിന്തിക്കാനുള്ള എന്ന് പറയുന്ന തോന്നിയത്, ഈ പഠിക്കാൻ പോകുന്ന പിള്ളേർ ഒന്ന് കെയർഫുൾ ആയിരിക്കുക. നമ്മൾ ഈ ഗുണ്ടകളെയൊക്കെ ആയിട്ട് കൂട്ടുകൂടുമ്പം അതിന്റെ ഭവിഷ്യത്തുകളും കൂടെ
അത് ഏത് രീതിയിലേക്ക് വരെ ഏത് എക്സ്റ്റെന്റ് വരെ എത്താം എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് ഒന്നും വിത്തൗട്ട് പെയിൻ നോ ഗെയിൻ എന്ന് പറയും. അപ്പം നമ്മൾ ഒരു സാധനം ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെയിനും ഉണ്ട്, അത് ഉറപ്പാണ്. പക്ഷെ അപ്പൊ അവര് അതിനകത്ത് കഷ്ടപ്പെടുത്തുന്നത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പിള്ളേരുണ്ടായിരുന്നു. 1-1.5 വർഷം ബാക്ക് ആയിട്ട് കിടക്കുന്ന അരിയേഴ്സ് ആയിട്ട് കിടക്കുന്ന പിള്ളേരുകളുണ്ട്. കാരണം ഈ ഇവരുടെ കൂടെ ഓളം അടിച്ച് വെള്ളം അടിച്ച് എന്നും ബുള്ളറ്റിന്റെ പുറകെ കറങ്ങി അങ്ങനെ അങ്ങ് ജീവിച്ചു. അവസാനം എക്സാം വന്ന് കഴിയുമ്പോൾ ഗുണ്ട വന്ന് പരീക്ഷ എഴുതുന്നില്ല. അവർ കിടന്ന് കഷ്ടപ്പെടും. ഈ പിള്ളേരുകൾ പാടുപെട്ട് പഠിക്കാൻ നോക്കി ഇവരുടെ കൂടുതൽ ആൾക്കാരുടെ ഇറങ്ങിപ്പോയി. പിന്നെ ജൂനിയേഴ്സിന് കൊടുത്ത് എക്സാമിനേഷൻ എഴുതി അവസാനം അതും ജയിക്കാതെ വന്നു. ഒത്തിരി കഷ്ടപ്പെട്ട് പാടുപെട്ട് ഇറങ്ങിപ്പോയ സീനിയേഴ്സൊക്കെ ഞങ്ങളുടെ കോളേജുകളിലുണ്ട്. ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും പലർക്കും പലരെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും ഞങ്ങൾ ആരെയും ഉദ്ദേശിക്കുന്നുള്ളത്. ഞങ്ങളുടെ പേര് പറയുന്നില്ല, പേര് പറയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൺമുമ്പിൽ ബോയ്സിന്റെ പല പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങളും ചിന്തിച്ചിട്ടാണ് ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്റെ ഈശ്വരാന്ന്. പക്ഷെ ഇതൊരു ഹാപ്പി എൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ സിനിമയെ കുറിച്ച് നല്ലത് പറയത്തില്ലായിരുന്നു കേട്ടോ. അത് രസം കേട്ടോ, എനിക്ക് രസമാണ്, അടിപൊളി. ക്ലൈമാക്സ് ഒക്കെ ഫഹദ് ഫാസില് വരത്തൻ സിനിമയ്ക്കകത്തെ പോലത്തെ ഒരു അഴിഞ്ഞാട്ടം ആണ് പുള്ളി തുടങ്ങി വെക്കുന്നത്. പക്ഷേ നമ്മൾ അവർക്ക് വരത്തൻ പോലെ അങ്ങ് ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് എല്ലാവരെയും കൊന്നൊടുക്കുന്ന വെട്ടിക്കൊന്ന് തീർത്തിട്ട് പോകുന്ന ഫാസ്റ്റ് ഫാഷനല്ല, അങ്ങനല്ലത് പോകുന്നത്. അത് വേറൊരു വെറൈറ്റി എത്തിക്കുക. നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ചിരിയോട് ചിരി. അവസാനം ആ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ചിരിച്ചോണ്ടിരിക്കും. ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോഴാണ് നീ പറഞ്ഞത് ദ മാസ്ക് എന്നുള്ള സിനിമയിൽ ജിംകാരിയുടെ ദ മാസ്ക് എന്നുള്ള മാസ്ക് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അവൻ വേറൊരു മനുഷ്യനായി മാറുന്ന ആ പടത്തിന്റെ അതേ സ്റ്റൈലിങ്, എഴുതുന്ന ലെറ്ററുകളായിക്കോട്ടെ, ഡിസൈനുകളായിക്കോട്ടെ, അതിനകത്ത് അവനകർന്ന് ചാടുകയും തുള്ളുകയൊക്കെ ചെയ്യത്തില്ലേ, ഭയങ്കര എനർജി ആയിട്ട്. ആ ഒരു ടൈപ്പിലായിരുന്നു ഫസ്റ്റ് ഫാസിൽ. അതിനകത്ത് മൊത്തം ഭയങ്കര എനർജിയാ, ഭയങ്കര ആവേശം പുള്ളിക്ക്. ഫുൾ ടൈം അഡ്രിനാലിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് ഇറക്കി വിട്ടേക്കണമല്ലോ, ഫുൾ ടൈം എനർജിയാ. ഇത്രയും പറഞ്ഞിട്ട് പോലും നായികമാർ ഒരാൾ പോലും ഇല്ല. ഒരു യുഗ്മഗാനങ്ങളൊന്നും പാടാനില്ല, ഐറ്റം സോങ്സ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഗലാട്ട എന്നുള്ള സോങ് ഒക്കെ ആദ്യം ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്നത് ഈ കാണിക്കുന്നത് എന്തിനാ ഇത്രയും ഒരു വർക്കത്തില്ലാത്ത സോങ് എന്ന് പറയില്ലേ, അങ്ങനെ ഇരുന്ന സോങ് ഒക്കെ എൽസ വരെ താളം പിടിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മളെ ആ ഒരു ഹൈപ്പിലേക്ക് എത്തിക്കും കേട്ടോ ആ സിനിമ. ആ പ്ലേസ് ചെയ്ത് ഓരോ പാട്ടുകൾ എവിടെയാ പ്ലേസ് ചെയ്യേണ്ടത്, BGM ആണെങ്കിലും ആദ്യമായിട്ട് നമുക്ക് ഫാസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രംഗമുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രംഗത്തിൽ ഒന്നും നമ്മുടെ കാല് കാണിക്കോ കൈ കാണിക്കോ അങ്ങനെ യാതൊരു സാധാരണ ഹീറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഒന്നുമില്ല, ഒച്ച മാത്രമേ ഉള്ളൂ. പക്ഷെ തിയേറ്ററിൽ എല്ലാവരും കൈയടിച്ചു. അപ്പം ഇതിനകത്ത് വേറെ ഷോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അതും ആൾക്കാർ കൈയടിക്കും. ഹീറോയിക് ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്ന പുള്ളി ഒരു വലിയ കൊമ്പനാണെന്ന് കാണിക്കുന്നത് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അതിന്റെ ഇമ്പാക്ട് പ്ലേസ് ചെയ്ത വഴി ഭയങ്കരമാണ്, സെറ്റപ്പാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ജിത്തുമാധവൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഈ ബാംഗ്ലൂർ ലൈഫ് കാണണം. ഒന്നുമില്ലാതെ, അതായത് ബാംഗ്ലൂരിനെ കുറിച്ച് ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാച്ചലർ ലൈഫിനകത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അത്ര കിടുവായിട്ട്. കാരണം നമ്മുടെ ജീവിതം വരച്ചു വെച്ചവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു ലോക്കൽ ബാറുകൾ. ഞങ്ങളുടെ ബാറിന്റെ പേര് ശ്രീലക്ഷ്മി, ഈ ബാറിന്റെ പേര് മയൂരി ബാർ. സെയിം. ഞങ്ങൾ ആ ബാറിന്റെ പാർക്കിംഗ് കാണിച്ചപ്പോൾ ഞാൻ വിളിച്ച് അന്നേരം അങ്ങോട്ട് എടുത്തു. ഞങ്ങളുടെ ശ്രീലക്ഷ്മി ബാറും ഞങ്ങളുടെ ഏരിയയും ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലവും ആമ്പിള്ളേർ തമ്മിൽ തല്ലുണ്ടാക്കിയിട്ട് വീറുകുപ്പി തല്ലിപ്പൊട്ടി. ഞാൻ മാറിപ്പോയെന്നല്ലാട്ടോ പറഞ്ഞത്. അല്ല, ഇവളുടെ കാര്യമല്ല, ആമ്പിള്ളേരുടെ കാര്യം ഇങ്ങനെ ഇവർക്ക് അറിയാമായിരുന്നു. ഹോസ്റ്റലുകളിലെല്ലാം കഥകൾ ചെല്ലും. പക്ഷേ ഇറ്റ്സ് വർത്ത്. അത് തിയേറ്ററിൽ പോയി ആൾക്കാരുടെ കൂടെ ബഹളം വെച്ച് കാണാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അപ്പന്റെ അമ്മയുടെ കൊടുത്ത് സീരിയസ് ആയിട്ട് പോയിരുന്ന് കാണേണ്ട പടമല്ല. അങ്ങനെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസും ഇല്ല. പിന്നെ വൾഗാരിറ്റി അങ്ങനെ യാതൊരു സംഭവങ്ങളും ഇല്ല കേട്ടോ. ഡബിൾ മീനിങ് അങ്ങനെ ഒന്നുമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ അതിനകത്ത് തമാശ കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഫാസിലാണ് ഞാൻ ആ തമാശ. പിന്നെ മറ്റേ രോമാഞ്ചത്തിനകത്ത് നിന്നെ ഞാൻ പുതപ്പിച്ച് കിടത്തുകെന്ന് പറഞ്ഞ പുള്ളിയില്ലേ, ഇവിടെ പേര് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളി ഇതിനകത്ത് കട്ട ജിമ്മനായിട്ടുണ്ട്. ഫഹദ് വലങ്കയാണ് പുള്ളി. അംബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അംബാനാണ് ഫാസിലിന്റെ. അംബാൻ ഒരു സംഭവമായിരുന്നു ആ സിനിമയില്. ആദ്യം തൊട്ട് അവസാനം വരെ അംബാൻ എന്നാ വരാത്ത എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ തന്നെ നോക്കും. അതിനകത്ത് എന്നാ വരാത്ത, ഈ കഥാപാത്രത്തിൽ ഇവിടെ എന്താ ഇല്ലാത്ത. അംബാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു തമാശ ഉറപ്പാണ്. ആ രീതിയിലാണ് എന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 3 പിള്ളേര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നായകനുമായിട്ടും പിന്നെ ആ പൊക്കമുള്ള മറ്റേ പയ്യനില്ലേ, ബിബി, സമ്പത്ത്, മറ്റേ പയ്യന്റെ പേരിന് ശാന്തൻ, അവര് എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുതിയ പിള്ളേരാണെന്ന് പറയത്തേ ഇല്ല, നന്നായിട്ട് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നാ ഫാസിലിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പാളി പോകുന്ന കഥാപാത്രം വളരെ കൈയടക്കത്തോടുകൂടി
പുള്ളി ഫസ്റ്റ് ലാസ്റ്റ് എത്തിച്ചെടുത്തു, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്കിപ്പോ ഒന്നും പറയാനില്ല, അത്രയും ആള് അത്രയും മച്ചോർഡായി. അതുപോലെ ഫഹദ് ഫാസിലിനെ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളെല്ലാവരും ഓർത്തോട്ട് ചെയ്തില്ല, ഇയാളെന്ത് ഈ മെലിഞ്ഞുണങ്ങി ഇങ്ങനെ ചാകാൻ പോകുന്നിരിക്കുന്നത്. അയ്യോ അതൊന്നും അല്ല കേട്ടോ. പുള്ളിയുടെ കുറെ ഡാൻസുകളും മൂവ്മെന്റുകളും, പിന്നെ പുള്ളി അണ്ടർവെയറിട്ടുള്ള ഡാൻസ് പിന്നെ പുള്ളിക്ക് ഇതാ പറ്റത്തില്ലോ, അത് ഇതിനകത്തുണ്ട്. പക്ഷെ പുള്ളി മെലിഞ്ഞുണങ്ങിയിരിക്കുമല്ല, അതൊരു ഫിറ്റ് ബോഡിയാണ്. അല്ലാതെ പുള്ളി മെലിഞ്ഞുണങ്ങിയ ഒരു പിന്നെ ക്യാൻസർ പിടിച്ചുകൊണ്ടിരിക്കുമല്ല. നമ്മളെ പുറമേ കാണുമ്പോൾ ഡ്രസ്സിൽ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ആള് നിന്ന് കഴിഞ്ഞ് ഇപ്പോഴും ജഗജില്ലി നല്ല ഗടാഗടി മനുഷ്യനാണ്, ഫിറ്റ് മനുഷ്യൻ. കാശ് മുതലാണ് ഉറപ്പായിട്ടും കുറെ പൈസ. എന്റർടൈനിങ് ആണ്, കംപ്ലീറ്റ് എന്റർടൈനിങ് ആണ്. വർഷങ്ങൾക്ക് ശേഷവും പൈസ വാരും എന്നാണ് കേൾക്കുന്നത്. കാരണം നല്ലതായിട്ട് റിവ്യൂ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇവിടെ റിലീസ് ഇല്ല. അടുത്ത ആഴ്ച. 2 പടങ്ങളും പൈസ വാരട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാവരും പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക. പിന്നെ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല, പക്ഷെ കാണാൻ പറ്റണേ കാണണം. കാരണം അതൊരു വീട്ടിൽ OTT-ക്കകത്ത് ഇങ്ങനെ ഇയർഫോണും വെച്ചോണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കാണേണ്ട ഒരു ടൈപ്പ് പടമല്ല. ഇതെല്ലാവരും കൂടെ ഇരുന്ന് ആഘോഷിച്ച് കാണേണ്ട സിനിമ. അതായത് നമ്മളെ ഈ ഉത്സവത്തിനൊക്കെ ചെന്ന് കയറുമ്പോൾ ഉള്ള ഒരു ലൈറ്റിംഗും വേഷവും, അവന്റെ വേഷവും അങ്ങനെ തന്നെയാണ്. ആ സ്വർണ്ണം മുഴുവൻ അണിഞ്ഞൊരുങ്ങിയിട്ടിരിക്കുന്നത് അതും അങ്ങനെ തന്നെയാണ്. ലൈറ്റ് സെറ്റപ്പും അങ്ങനെ തന്നെയാണ്. ഒച്ചപ്പാടും ബഹളം, ആ സിനിമ ആദ്യം തൊട്ട് ഒച്ചപ്പാടാണ്, അവന്റെ ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെയാണ്. പാട്ടുകളുടെ സ്റ്റൈൽ അതുപോലെ ഇത് പറ്റാൻ പോകുന്നത് OTT-ക്ക് അത് ഈ പടം വരുമ്പോഴത്തേന് ആൾക്കാർ ഇതെന്ത് സാധനം എന്ന് ചോദിക്കും. അത് തന്നെയാണ് തല്ലുമാലയ്ക്ക് പറ്റി. തല്ലുമാല വൈബുള്ള പടമായിരുന്നു. എല്ലാ കിടുക്കൻ എഡിറ്റിംഗ്, എല്ലാ കടുക്കൻ കളർ കറക്ഷൻസ്, കളർ മൂഡുകൾ മാറുന്നത് സൂപ്പർ പടമായിരുന്നു. സൗണ്ടാണ് അടിപൊളി ട്രാക്കുകൾ. പക്ഷെ എന്ത് ചെയ്യാം, OTT വന്നപ്പോഴത്തെ ആൾക്കാർ ചോദിക്കുന്ന ഇതാണ് കണ്ട വലിയ റിവ്യൂ കിട്ടിയ പടം എന്ന്. ആ പ്രശ്നം ഈ പടത്തിനും പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ലത്, നിങ്ങൾക്കൊരു അനുഭവം കിട്ടും. ഒന്ന് ചിരിക്കാം. ഈ പ്രേമല് കണ്ടിട്ട് ചിരിച്ചിട്ട് ഇപ്പം ബുക്ക് മടക്കി വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്ന പടമാണ് ജസ്റ്റ് ഗോ ഓൺ ടു നിയറസ്റ്റ് തിയേറ്റർ. കാരണം UK അല്ല, മിക്കവാറും ഇവിടെ ഈ യൂറോപ്പിനകത്ത് നന്നായിട്ട് കവറേജ് ഉണ്ട്. മിക്കവാറും തിയേറ്ററുകൾക്ക് കൊടുക്കുന്നുണ്ട് അവര്. പിന്നെ നമ്മൾ നായിക ഇല്ലെന്നുള്ള കാര്യം പറഞ്ഞില്ലേ? നായിക ഇല്ല, സിനിമയിൽ നായിക ഇല്ല, പ്രേമപ്പാട്ടുകൾ അങ്ങനെ ഒന്നുമില്ല. വീണ്ടും ആകെ ഉള്ളത് 3 നായികമാർ, അത് പാസിംഗ് ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല, കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ്. എല്ലാവരും ഒരുമിച്ച് പോയി സിനിമ കണ്ട് ആർത്തുല്ലസിക്കുക, ആവേശത്തോടു കൂടി പോവുക. ബൈ ബൈ.